Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സിൽവർ ഓക്സിഡൈസ്ഡ് ബാംഗിൾസും ജുംകാസും ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും നല്ല അഫോർഡബിൾ റേറ്റ്സിലുള്ളതാണ്. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പും മീഷോ എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബാംഗിളാണ്. ഇതാണെങ്കിൽ ഇങ്ങനെ മൾട്ടി കളർ സ്റ്റോൺസ് വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബീഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒറ്റ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല വലുപ്പമുള്ള ബാംഗിളാണ് കേട്ടോ. പർച്ചേസ് ചെയ്തത് 115 റുപ്പീസിനാട്ടോ. അടുത്തത് രണ്ട് ബാംഗിൾസിൻ്റെ ഒരു സെറ്റാണ്. ഇതാണ് ബാംഗിൾസ്. ഇതൊരു കോയിൻ ആൻഡ് ഗുങ്കുരു ബാംഗിളാട്ടോ. ഇതിന് നല്ല സൗണ്ട് ഉണ്ടാക്കും മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിത് മേടിച്ച് 2.4 സൈസിലാട്ടോ. എൻ്റെ യൂഷ്വൽ സൈസ് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 172 റുപ്പീസിനാട്ടോ. അടുത്തത് 4 ബാംഗിൾസിൻ്റെ ഒരു സെറ്റാണ്. ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാട്ടോ. പിന്നെ ഇതിലാണെങ്കിൽ സ്റ്റോൺസ് വരുന്നുണ്ട്. പെട്ടെന്ന് ആ സ്റ്റോൺസ് എടുത്ത് കാണിക്കത്തില്ല കേട്ടോ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാംഗിളല്ലേ. അത് പർച്ചേസ് ചെയ്ത് 2.6 സൈസിലാണ്. 1 സൈസ് അപ്പാട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത് യൂഷ്വൽ സൈസിനേക്കാളും. കാരണം ഞാൻ റിവ്യൂസൊക്കെ റീഡ് ചെയ്തപ്പം ചിലർ പറയുന്നുണ്ട് ഒരു സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ 1 സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് കറക്റ്റാണ്. അടുത്തത് ഈ ഒരു ബാംഗിളാണ്. ഇത് ഒറ്റ ഒരു സൈസിലാട്ടോ വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ മോഡലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഫ്രീ സൈസിലാട്ടോ വരുന്നത്. ഒറ്റ ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനത് പർച്ചേസ് ചെയ്തത് 122 റുപ്പീസിനാട്ടോ. അടുത്തത് 4 ബാംഗിൾസിൻ്റെ ഒരു സെറ്റാണ്. ഞാൻ മേടിച്ച 2.4 സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കൊന്നും വരുന്നില്ല കേട്ടോ പിക്ചറിൽ. ഇതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ഉണ്ട്. 4 എണ്ണത്തിൻ്റെ സെറ്റാട്ടോ വരുന്നത്. ഞാനത് പർച്ചേസ് ചെയ്ത് 132 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബാംഗിളാണ്. ഇതാണെങ്കിൽ ഒറ്റ ഒരു സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇതിലാണെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാംഗിളാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 172 റുപ്പീസിനാണ്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാട്ടോ. പിക്ചറിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നേരിട്ടത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള സിൽവർ ഷെയ്ഡാണ്. അടുത്ത നല്ല വലുപ്പമുള്ള ഒരു ബാംഗിളാട്ടോ. ഇതും ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഫ്രീ സൈസ്. പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ വർക്കും ഉണ്ട് ആൻഡ് സ്റ്റോൺസും ഉണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ്. പാർട്ടി വെയറിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാട്ടോ. ഞാനിത് പർച്ചേസ് ചെയ്തത് 136 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബാംഗിളാട്ടോ. ഇത് നമുക്കിങ്ങനെ ചുറ്റി ചുറ്റി ഇടാൻ പറ്റുന്ന ടൈപ്പ് ബാംഗിളാണ്. മൊത്തം ഇങ്ങനെ ബീഡ്സ് ആട്ടോ ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ജുംക്ക മോഡൽ ഹാങ്ങിങ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ്. അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബാംഗിളാണ്. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വരുന്ന ബാംഗിളാട്ടോ. അധികം വിടുത്തില്ല കേട്ടോ ഈ ഒരു ബാംഗിളിന്. കണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ബാംഗിൾസൊക്കെ പെയർ ചെയ്തിട്ട് ഇടാം. ഇപ്പോൾ വെൽവെറ്റ് ബാംഗിൾസ്, കളർഫുൾ ആയിട്ടുള്ള വെൽവെറ്റ് ബാംഗിൾസ് ഇല്ലേ, ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പെയർ ചെയ്തിട്ട് ഇടാം. അറ്റത്താണെങ്കിൽ 2 എണ്ണം ഇടാം. അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. പിന്നെ വർക്ക് വരുന്നുണ്ട്, നല്ല വർക്ക് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 2.5 സൈസിലാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 150 റുപ്പീസിനാണ്. 2 എണ്ണം വരുന്നുണ്ട്. അടുത്തത് ഈ ഒരു ബാംഗിളാണ്. ഇതും ഒറ്റ സൈസിലേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെ മിറർ വർക്ക്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്റ്റോൺസും ഉണ്ട്. അറ്റത്ത് മൊത്തം ബീഡ്സ് ആണ്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേരിട്ടത് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡാട്ടോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത് 125 റുപ്പീസിനാണ്. അടുത്തത് ഈ ഗുങ്കുരു സ്റ്റൈൽ ബാംഗിളാണ്.
ഇതും ഒറ്റ ഒരു സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിളാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 110 റുപ്പീസിനാണ്. അടുത്ത ഞാൻ ഇയറിങ്സ് കാണിച്ചു തരാം. എല്ലാം ജുംകാസ് ആട്ടോ. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഇയറിങ്സ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇയറിങ്സ് ആട്ടോ. സോ ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല വർക്ക് ഉണ്ട്, നല്ല വലുപ്പമുള്ള ഇയറിങ്സ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 146 റുപ്പീസിനാണ്. പിന്നെ നമ്മൾ ഈ സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ മേടിക്കുമ്പോൾ അതിടുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് തൂത്തിട്ട് വേണം കേട്ടോ ഇടാൻ. കാരണം അതിന് ചിലപ്പോൾ ഈ പൊടി ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് തൊടുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ ബ്ലാക്ക് പൊടി ഇങ്ങനെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അടുത്ത 2 ജുംകാസിൻ്റെ കോംബോ ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാട്ടോ ഇത് രണ്ടും പർച്ചേസ് ചെയ്ത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ജുംക്കയാണ്, പിന്നെ ലൈറ്റ് സിൽവർ കളറിൽ. നടുക്കാണെങ്കിൽ ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇങ്ങനെ നന്നായി വർക്കുണ്ട്, പിന്നെ ബീഡ്സ് ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഇയറിംഗ് ആണ്. മേളിൽ ഏകദേശം മറ്റേ ഇയറിങ്സിൻ്റെ സെയിം ആയിട്ടോ വരുന്നത്. പിന്നെ വൈറ്റ് ബീഡ്സ് നല്ല ലെങ്ത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇയറിങ്സും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തത് ജസ്റ്റ് 182 റുപ്പീസിനാട്ടോ. എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്. അടുത്തും 2 ഇയറിങ്സിൻ്റെ കോംബോ ആണ്. ഇതും നല്ലൊരു ഡീലാട്ടോ എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് വരുന്ന ഈ ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ 4 മിറേഴ്സ് ഉണ്ട്, ഇവിടെ ബീഡ്സ് ഹാങ് ചെയ്യുന്നുണ്ട്, ഇവിടെ നല്ല വർക്ക് ഉണ്ട്. പിന്നെ താഴെ ഇങ്ങനെ ബീഡ്സ് ഹാങ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഇയറിങ്സും ഉണ്ട്. ഇവിടെ ഇങ്ങനെ മിറർ ഉണ്ട്, ബീഡ്സ് ഹാങ് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ, വർക്ക് ഉണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ബീഡ്സ് ഹാങ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇയറിങ്സ് ഞാൻ പർച്ചേസ് ചെയ്തത് 186 റുപ്പീസിനാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഇയറിങ്സ് ആണിത്. അടുത്തൊരു വെറൈറ്റി ഇയറിങ്സ് ആണ് ഇതാട്ടോ. ഇയറിങ്സ് ഇതിൽ മൊത്തം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മിറർ വർക്ക്സ് ആണ് വരുന്നത്. നന്നായി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇയറിങ്സ് ആട്ടോ ഇത്. ആണെങ്കിൽ ഒരു ക്യൂബ് മോഡൽ ജുംക്കയാണ്. ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഹാങ് ചെയ്ത് വരുന്നുണ്ട്, മേളിലും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 153 റുപ്പീസിനാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് വരുന്ന ജുംക്കയാണ് ഇതാട്ടോ ജുംക്ക. പിന്നെ മൾട്ടി കളർ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഉണ്ട് ഇതിൽ. പിന്നെ അല്ലാത്ത ഒരു ഗ്രേ കളർ സ്റ്റോൺസും ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് വർക്ക് ഉണ്ട്, ബാക്കിൽ അധികം അങ്ങനെ വർക്കില്ല കേട്ടോ ജുംക്കയുടെ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 118 റുപ്പീസിനാണ്, 118. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന ജുംക്കയാണ്. പിന്നെ വൈറ്റ് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുഞ്ഞ് സിൽവർ ബീഡ്സും ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ അധികം സാധാരണ ജുംക്കാസ് പോലെ അധികം അങ്ങനെ മൂവ് ചെയ്യാത്ത ടൈപ്പ് ജുംക്ക കേട്ടോ. കാരണം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൂപ്സ് ഒന്നും വെച്ചിട്ടല്ല. ഇതാണെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടിയ ജുംക്ക കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് 161 റുപ്പീസിനാണ്. അടുത്ത 2 ജുംക്കാസിൻ്റെ കോംബോ ആണ്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ജുംക്ക കേട്ടോ, ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ജുംക്കയാണ്. ഇതാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഈ ജുംക്കയിൽ ഇവിടെ വർക്ക് ഉണ്ട്, താഴെ ഇങ്ങനെ ബീഡ്സ് ഹാങ് ചെയ്ത് വരുന്നുണ്ട്. മേളിലാണെങ്കിൽ പീകോക്കിൻ്റെ ഒരു ഡിസൈനാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു ജുംക്ക. ഈ ഒരു ജുംക്കയാണെങ്കിൽ ഇവിടെ ഡിസൈനിന് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഹാങ്ങിങ്സ് ഉണ്ട്, ബീഡ്സ് ഉണ്ട്, ലീഫ് ഉണ്ട്, പിന്നെ കോയിൻ ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഇയറിങ്സും കൂടി ഞാൻ പർച്ചേസ് ചെയ്ത് 160 റുപ്പീസിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.